പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരുന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എൻ്റെ എപ്പിസോഡിൽ നിങ്ങൾ കേട്ടത് പെട്ടെന്ന് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ഏകദേശം 5 മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, ഇസ്രായേൽ തോൽക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട്. 7000 മുകളിൽ ആളുകൾ അത് കണ്ടു കഴിഞ്ഞു. അനുകൂലിച്ചും പ്രതികൂലിച്ചും ധാരാളം കമൻറ്റുകളും കിട്ടിയിട്ടുണ്ട്. ഏഷ്യനെയും ഭീഷണിയുടെയും ഒക്കെ സ്വരം അതിനകത്തുണ്ട്. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. പ്രിയ സഹോദരങ്ങളെ, യാഥാർത്ഥ്യത്തെ, സത്യത്തെ മറച്ചു വയ്ക്കാനാവില്ല. അത് തുറന്നു പറയാതിരിക്കാനും പറ്റില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവും. പെട്ടെന്ന് നാശം അവരുടെ മേൽ നിപതിക്കും. നമ്മൾ ആ വചനം കണ്ടതാണ്. തെസ്സലോനിക്കക്കാരുടെ ലേഖനം 1 തെസ്സലോനിക്കൽ 5:3 അവരുടെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിപതിക്കും. അത് കർത്താവ് പറഞ്ഞത് ഇസ്രായേൽക്കാർ തിന്മ ചെയ്താൽ ഇസ്രായേൽക്കാരുടെ നേരെയോ ഇസ്രായേൽക്കാർക്കെതിരെ വാളോങ്ങുന്ന വ്യക്തികളോ രാഷ്ട്രങ്ങളോ ആരുമായിക്കോട്ടെ അവരുടെ മേൽ നാശം നിപതിക്കുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ, ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന മീഡിയയിലെ വാർത്ത ഏതാണ് പ്രിയപ്പെട്ടവരെ? ഇറാൻ്റെ നേതാവും പ്രസിഡന്റുമായിരുന്ന ഇബ്രാഹിം റൈസി എന്ന അദ്ദേഹം ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചു എന്ന വാർത്ത നമ്മൾ കേൾക്കുകയാണ്. ഇതാണ് പെട്ടെന്ന് അവരുടെ മേൽ നാശം നിപതിക്കും എന്ന കർത്താവിൻ്റെ വചനം, ദൈവവചനം. അത് അന്വർത്ഥമാകണം, പൂർണ്ണമാവുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ തരുണത്തിൽ, ഈ നിമിഷങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? ഇത് ഒരു രാജ്യത്തിൻ്റെ നേതാവിൻ്റെ മേൽ ഉള്ള പ്രശ്നമാണ് നമ്മൾ കാണുന്നതെങ്കിൽ, ഇന്ന് ഇത് ആഗോള യുദ്ധത്തിലേക്ക് കുറച്ച് കഴിയുമ്പോൾ നീങ്ങും. അവിടെയും സംഭവിക്കുന്നത് പെട്ടെന്ന് നാശം ലോകത്തെ